ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ചന്ദ്രബോസ് സുസ്മിതയെ വിളിച്ചിട്ട് പറയുവാണ്, എടി മോളെ, കണ്ണ് നിറയെ കാണ്, മനസ്സ് നിറയെ സന്തോഷിക്ക്. ചിറ്റപ്പനെ ഒരു സുന്ദരമായ കാഴ്ച അങ്ങോട്ട് അയക്കുന്നുണ്ട്. നമ്മുടെ കുറച്ചുനാളത്തെ കഷ്ടപ്പാടിൻ്റെ ഈ മനമയക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അത് നീ ഒന്ന് കണ്ടു നോക്ക്. ആഗ്രഹിച്ചിരുന്ന നമ്മുടെ സ്വപ്നം ഒരു 10 പേർക്ക് അയച്ചു കൊടുത്താൽ ഈ പുണ്യം കിട്ടുമെന്നും പറഞ്ഞ് ഫോണിൽ വരുന്ന സന്ദേശം ഉണ്ടല്ലോ, അതുപോലെ 10 പ്രാവശ്യം നീ അത് കണ്ടാൽ നിന്റെ മനസ്സ് അത്രയ്ക്കധികം സന്തോഷിക്കും. നീ അതൊക്കെ ഒന്ന് കണ്ടിട്ട് എന്നെ ഒന്ന് വിളിക്കണം. നിന്റെ സന്തോഷമുണ്ടല്ലോ, അത് നിന്റെ വാക്കുകളിൽ കൂടി എനിക്ക് അറിയണം. അതിനെന്താ ചിറ്റപ്പ, ഞാൻ വിളിക്കാം. ആദ്യം ചിറ്റപ്പൻ പറഞ്ഞല്ലോ എൻ്റെ മനസ്സിന് കുളിർമയേകുന്ന ഒരു കാഴ്ച, അത് ഞാനൊന്ന് കാണട്ടെ. ഞാൻ അയച്ചിട്ടുണ്ട് മോളെ, എനിക്കിവിടെ കുറച്ചുകൂടെ ജോലികളൊക്കെ ബാക്കിയുണ്ട്. എന്നിട്ട് ചന്ദ്രബോസ് കൂടെ വന്ന റവന്യൂ ഓഫീസറോട് പറയുന്നു, നമുക്കിന്ന് വൈകിട്ടൊന്ന് കാണണം. ഓക്കെ സാറെന്നും പറഞ്ഞാൽ കൈക്കൂലിക്കാരനാണെന്ന് തോന്നുന്നു. അയാൾ അങ്ങ് പോകുന്നു. സുസ്മിതയോടെ മൊബൈലിലെ വീഡിയോ കാണുവാണ്. സത്യാമ്മയുടെ വീടിന് സീല് വെക്കുന്നതും സത്യാമ്മ രാഘവേട്ടനെയും പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നതും. എന്നിട്ട് സുസ്മിതയെ പണ്ട് വലതുകാൽ വെച്ച് അകത്തോട്ട് കയറി വാ മോളെ എന്നും പറഞ്ഞ് വിഷ്ണുവിനോടൊപ്പം വന്ന സുസ്മിതയെ സത്യാമ്മ സന്തോഷത്തോടെ അകത്തോട്ട് സ്വീകരിച്ചതുമെല്ലാം സുസ്മിത ഇങ്ങനെ ഓർക്കുവാണ്. എന്നിട്ട് ആ വീട്ടിൽ വെച്ച് സത്യാമ്മ അവിടെ ചെവിക്കുറ്റി അടിച്ച് പറിച്ചതും അങ്ങനെ ഓരോന്നും സുസ്മിതയുടെ മനസ്സിലിങ്ങനെ ഓടിയെത്തുവാണ്. രോഹിത് ഇങ്ങനെ എന്തൊക്കെയോ ഓർത്തൊരു മൂലയിൽ ഇങ്ങനെ ഒരു വിഷാദനെ പോലെ ഇരിപ്പുണ്ട്. അവൻ്റെ അടുത്തോട്ട് സുസ്മിത ചിരിച്ചോണ്ട് ഓടിച്ചെന്നിട്ട് പറയുക, രോഹിത്തെ, നീ ഇത് കണ്ടോ? ഒരു പദ്ധതി പ്ലാൻ ചെയ്ത് പ്രാവർത്തികമാക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാ രോഹിത്തെ. നമ്മുടെ ശത്രുക്കൾ കൂടും കുടുക്കയെടുത്തിട്ട് സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ച ഒന്ന് നോക്ക് രോഹിത്തെ. മനോഹരമായ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച. സത്യഭാമയുടെ ഒരു നിൽപ്പ് കണ്ടോ? സംസാരത്തിൽ 1000 പ്രാവശ്യം പറയും എൻ്റെ വീട് എൻ്റെ വീടെന്ന്. ഇപ്പോഴെന്നിട്ട് എന്തായി തള്ളേ? സുസ്മിത ഈ പറയുന്നതൊന്നും രോഹിത്തിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. രോഹിത് ആ വീഡിയോ ഒന്നും നോക്കുന്നതുമില്ല. രോഹിത് ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുവാണ്. രണ്ടും കൂടെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ട് ഇറങ്ങുന്ന കണ്ടില്ലേ? ഓ സോറി, പ്രമാണമൊക്കെ നേരത്തെ പോയതാണല്ലോ. എടാ രോഹിത്തെ, നീ കണ്ടില്ലല്ലോ, ഇതാ നോക്കടാ എന്നും പറഞ്ഞ് രോഹിത്തിൻ്റെ കണ്ണിന് നേർക്കെ കൊണ്ട് കാണിക്കുവാണ്. അപ്പോൾ രോഹിത് ആ കാഴ്ച കാണുന്നുണ്ട്. സത്യാമ്മ രാഘവേട്ടനെ കയ്യെ പിടിച്ചോട്ട് പോയി ഒരു ഓട്ടോറിക്ഷയ്ക്ക് അകത്തോട്ട് കയറുന്നതാണ്. അത് കണ്ട് രോഹിത്തിൻ്റെ കണ്ണങ്ങ് തെള്ളിപ്പോയി. അവൻ്റെ കണ്ണീന്ന് കണ്ണുനീർ പൊടിഞ്ഞുകൊണ്ട് പെട്ടെന്ന് സുസ്മിതയുടെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങി അങ്ങ് നോക്കുവാണ്. സങ്കടത്തോടെ നടന്നു നീങ്ങുന്ന വിഷ്ണുവിനെയൊക്കെ കണ്ടിട്ട് രോഹിത് ചോദിക്കുക, എന്തൊരു മനസ്സാടി സുസ്മിത നിൻ്റെത്. ശത്രുവാണെങ്കിലും ഇത് കണ്ടിട്ട് നിനക്ക് എങ്ങനെ സന്തോഷിക്കാൻ തോന്നുന്നേ? നിനക്ക് എന്താടാ രോഹിത്തെ സന്തോഷം വരാത്തത്? എടാ, നിന്നെ അടിച്ചിറക്കിയ വീടാത്. അതിൻ്റെ അസ്ഥിവാരം തോണ്ടാൻ ആദ്യത്തെ കുഴിയെടുത്തത് നീ തന്നെയാ. എന്നിട്ടിപ്പോൾ അവൻ സെൻറ്റിമെൻറ്റ്സൊക്കെ പറഞ്ഞ് സങ്കടക്കണ്ണീരൊഴുക്കുവാണോ? അതൊന്നും അല്ലടി സുസ്മിത. എൻ്റെ മോള്, എൻ്റെ ഭാര്യ, അവരൊക്കെ എങ്ങോട്ട് പോയി? ആഹാ, അത് കൊള്ളാലോടാ രോഹിത്തെ. ഭാര്യയോടുള്ള നിന്റെ സ്നേഹം കരകവിഞ്ഞം ഒഴുകുവാണല്ലോ. എടാ, നിന്നെ ചതിച്ച് വല്ലവൻ്റെയും കൊച്ചിൻ്റെ തന്തയാക്കിയ അവളെ നിനക്ക് എന്തിനാടാ? എടാ പൊട്ട, നിന്നോടൊരു തരുമ്പെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിന്നോട് ഈ രഹസ്യം അവൾ പറയില്ലായിരുന്നോ? ഇതിപ്പോ അവള് നിന്നെ ഒരു 2 ഘട്ട ഭർത്താവാക്കി മാറ്റിയില്ലേ? രോഹിത്തെ, നീ ഒരു പെൺകോന്തനാ. നീ പിന്നെയും അവളുടെ പുറകെ ചെല്ലുമെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. അവൾ എന്നോട് കാണിച്ചതൊക്കെ തെറ്റാണ്, അത് ഞാൻ ശരിവെക്കുന്നു. പക്ഷെ എന്നെ ആദ്യമായിട്ട് അച്ചാന്ന് വിളിച്ചത് എൻ്റെ പപ്പിമോളാ. പപ്പിമോൾ എൻ്റെ മോളല്ലെങ്കിൽ തന്നെ അവളെ ഞാൻ എൻ്റെ മോളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. എൻ്റെ പപ്പിമോൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ വരെ കളയും. എടാ രോഹിത്തെ, നീ വേസ്റ്റാ, വെറും ഭൂലോക വേസ്റ്റ്. നിനക്ക് വേണ്ടി ഞാൻ ഈ കാണിക്കുന്നോന്നും നീ മനസ്സിലാക്കുന്നില്ലേ? ഈ ജപ്തി തന്നെ രോഹിത്തെ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അവിടുത്തെ പഴയ പ്രതിഷ്ഠകളൊക്കെ മാറ്റിയാലേ പുതിയ പ്രതിഷ്ഠകളൊക്കെ അവിടെ സ്ഥാപിക്കാൻ പറ്റൂ. അതിനുവേണ്ടിയല്ലേ നമ്മൾ ആ പാഴ്വസ്തുക്കളെല്ലാം അവിടെ നിന്ന് അടിച്ചിറക്കിയത്. സത്യഭാമ അവരെൻ്റെ കരണത്തടിച്ചപ്പോഴേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ, അവരുടെ ചങ്കിലിട്ടൊരു അടി കൊടുക്കണമെന്ന്. സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയേക്കാൾ വലുത് ഈ ഭൂമിയിൽ ഒന്നുമില്ല. സുസ്മിത ഇങ്ങനെയൊക്കെ പറയുന്നത് രോഹിത്തിന് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പക്ഷെ അവരെ എതിർക്കാനുള്ള കഴിവും ഇപ്പോൾ ഇല്ല. എടാ രോഹിത്തെ, നീ വീഡിയോയിലോട്ടൊന്ന് നോക്കിക്കേ. പക്ഷെ അവർ കരയുന്നില്ല, മുഖത്തൊരു സങ്കടം പോലും ഇല്ല. സത്യഭാമയുടെ കണ്ണിൽ നിന്നും ഒരു 2 കണ്ണുനീര് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ സത്യഭാമ കരയില്ല. ചങ്കുറപ്പിൻ്റെ കാര്യത്തിൽ അവർ വേറെ ഒരു ലെവലാ. ഏതായാലും വരട്ടെ, ഇനിയുള്ള അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് അറിയട്ടെ. എന്നിട്ട് വേണം എനിക്ക് അടുത്ത അസ്ത്രം ഉപയോഗിക്കാൻ. രോഹിത് അവളുടെ തോളെ പിടിച്ച് കുലുക്കിയിട്ട് ചോദിക്കുന്നു, എടി, ഇത്രയ്ക്ക് ക്രൂരതയാകാൻ നിനക്ക് എങ്ങനെ കഴിയുന്നടി? അത് നിനക്കറിയണോ? പക കനലെരിയുന്ന പോലെ മനസ്സിലിട്ട് താലോലിച്ച് വളർത്തിക്കൊണ്ടുവന്ന പക. അതിൻ്റെ ചൂടിലും ചൂരിലും എൻ്റെ ശത്രുക്കൾ ഇല്ലാതാകണമെന്ന് അടങ്ങാത്ത എൻ്റെ ആഗ്രഹം.
അതിനു വേണ്ടിയുള്ള എൻ്റെ തീവ്രമായ പരിശ്രമം. എടാ രോഹിത്തെ, ഇതൊക്കെ തന്നെയാടാ എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അവിടെ ഞാൻ വാറ്റുചാരായി ഒഴുക്കുമെന്ന് പറഞ്ഞാൽ ഒഴുക്കിയിരിക്കും. വ്യഭിചാരശാലയാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്തിരിക്കും. നിനക്കറിയാവോ, പകയുടെ പര്യായമാണ് സുസ്മിത. 8 മുറി 2. സത്യഭാമയെ തകർക്കുമെന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഞാൻ തകർത്തിരിക്കുന്നു. ശാലിനിയെ വീഴ്ത്തുമെന്ന് പറഞ്ഞ് അവളെയും ഞാൻ വീഴ്ത്തി. സുസ്മിത ഈ പറയുന്നതൊക്കെ കേട്ട് രോഹിത്തിങ്ങനെ അവളെ അന്തം വിട്ട് നോക്കി നിൽക്കുക. എത്രയധികം ക്രൂരത നിറഞ്ഞ ഒരു പെണ്ണാണല്ലോ ഇവള്. ഇനി ഈ സുസ്മിതയുടെ ലിസ്റ്റിൽ കയറിക്കൂടാൻ ഭാഗ്യമുള്ളവരാരാണിനി ഉള്ളത്? എടാ രോഹിത്തെ, നീ എൻ്റെ കൂടെ നിന്നാൽ നിന്നെ ഞാൻ രാജാവാക്കാമെന്ന് പറഞ്ഞതേ അത് വെറും വാക്കല്ല. ഇത്രയൊക്കെ ഈ സുസ്മിതയ്ക്ക് എത്തിക്കാമെങ്കിൽ അതും വെറും നിസ്സാരമായിട്ട് എനിക്ക് പറ്റും. പക്ഷെ നിന്റെ ഈ 2 വഞ്ചിയിൽ കാല് ചവിട്ടിയുള്ള പരിപാടി ഉണ്ടല്ലോ, അതെന്താണെന്ന് നിനക്ക് മനസ്സിലായോ? അതായത് എൻ്റെ ഒപ്പം നിന്നാൽ ഞാൻ പറഞ്ഞത് നടത്തിയിരിക്കും. സത്യഭാമയുടെ വീടിൻ്റെ നാഥനായി, അവിടുത്തെ രാജാവായി നിന്നെ ഞാൻ വാഴിക്കുവടാ. നീ എൻ്റെയോടൊപ്പം നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ഇപ്പം എനിക്ക് വാക്ക് തരണം. സുസ്മിത രോഹിത്തിൻ്റെ മുന്നിൽ കൈ നീട്ടിക്കൊണ്ട് പറയുക, ഇനിയൊരു മടക്കത്തിന് നിനക്ക് സാധ്യമാവുമോ? രോഹിത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ആലോചിക്കുവാണ്. ഇവരെ പിണയ്ക്കാൽ അവൻ്റെ ജീവൻ പോകുമെന്നവനറിയാം. പക്ഷെ എന്ത് ചെയ്യാന്? രോഹിത് അങ്ങനെ സുസ്മിതയുടെ കൈയിലോട്ട് കൈ കൊടുക്കുവാണ്. നിന്റെ ഈ തീരുമാനം കൊള്ളാം. പറയുന്നതൊക്കെ നടത്തി ശീലമുള്ള ഈ സുസ്മിതയായത്. അതുകൊണ്ട് രാജാവിൻ്റെ പടച്ചട്ട നീ ഒരെണ്ണം തയ്പ്പിച്ചോ. രോഹിത്തെ, ഇനി സത്യഭാമയുടെ വീടിൻ്റെ രാജാവ് നീ തന്നെയാ. ഇങ്ങനെയൊക്കെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് രോഹിത്തിനെ അവളങ്ങ് വശത്താക്കുകയാണ്. ആ പൊട്ടൻ രോഹിത് അറിയുന്നുണ്ടോ കാര്യങ്ങൾ കഴിയുമ്പോൾ ഇവനെ കഴുത്തെ പിടിച്ച് വെളിയിലിറക്കുമെന്ന്? സത്യാമ്മയും രാഘവേട്ടനും ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. സത്യാമ്മ കൃഷ്ണഭഗവാന്റെ പ്രതിമ നെഞ്ചോടെ ചേർത്ത് പിടിച്ച് വിങ്ങി കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അവരുടെ ഓട്ടോറിക്ഷ വന്ന് നിന്നത് ദേവമാതാ വൃദ്ധസദനത്തിലാണ്. സത്യാമ്മ ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് രാഘവേട്ടനെ പതുക്കെ പിടിച്ചിറക്കുവാണ്. രാഘവേട്ടൻ നോക്കുമ്പോൾ ദേവമാതാ വൃദ്ധസദനം എന്നുള്ള ബോർഡാണ് കാണുന്നത്. രാഘവേട്ടൻ ഒരു കൊച്ചു കുഞ്ഞ് ആദ്യമായിട്ട് സ്കൂളിലെത്തുന്ന പോലെ രാഘവേട്ടൻ ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നോക്കുവാണ്. രാഘവേട്ടൻ ചോദിക്കുന്നു, ഫാമേ, നമ്മളെന്താ ഇവിടെ? സത്യഭാമ ചിരിച്ചോണ്ട് പറയുന്നു, നമ്മളിനി ഇവിടെയാ രാഘവേട്ട ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മോനോ? അവനവൻ്റെ ഭാര്യയില്ലേ, ഭാര്യ വീട്ടുകാരില്ലേ? ആരുമില്ലാത്ത നമുക്കല്ലേ രാഘവേട്ട? ഇവിടാണെങ്കിൽ ആരുമില്ലാത്ത ഒരുപാട് പേരുണ്ട്. ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് കഴിയുന്നവരിവിടെ ഉണ്ട്. അവർക്കൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ ആകാം. പോരെ രാഘവേട്ട? ഇതൊക്കെ ഫാമേ നീ എപ്പോഴാ ഏർപ്പാടാക്കിയത്? എന്നോടൊരു വാക്കുപോലും നീ പറഞ്ഞില്ലല്ലോ. എൻ്റെ തീരുമാനങ്ങൾക്കൊന്നും രാഘവേട്ടൻ ഒരിക്കലും എതിര് പറയില്ലെന്ന് എനിക്കറിയാം. ഇതല്ലാതെ മറ്റൊരു വഴിയും രാഘവേട്ട എൻ്റെ മുന്നിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നിന്റെ തീരുമാനങ്ങളൊക്കെ തെറ്റുന്നുണ്ടല്ലോ ഫാമേ. അതിൻ്റെ ആദ്യത്തെ തെളിവാണ് ഇതിൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ നിൽക്കേണ്ടി വന്നത്. ഇതങ്ങനെയല്ല രാഘവേട്ട. എല്ലാം നഷ്ടപ്പെടുമെന്നറിഞ്ഞ് ആ നിമിഷം തന്നെ ഞാൻ ഏർപ്പാടാക്കിയതാ. നമുക്ക് 2 പേർക്കും കഴിയാനുള്ള പണവും ഞാൻ അടച്ചു. ഇനി ഇതിൻ്റെ സെക്രട്ടറി വന്ന് നമുക്കുള്ള മുറി കാണിച്ചു തന്നാൽ മതി. പക്ഷേ ഫാമേ, നമ്മൾ നമ്മുടെ മകനോട് ചെയ്യുന്ന ചതിയല്ലേ ഇത്? അവനിതറിയുമ്പോൾ ഒരുപാട് സങ്കടപ്പെടില്ലേ? അതൊക്കെ കുറെ കഴിയുമ്പോൾ മാറും രാഘവേട്ട. അവൻ ജീവിക്കട്ടെ, സ്വസ്ഥമായും സുഖമായിട്ടും അവൻ ജീവിക്കട്ടെ. നമുക്ക് 2 പേർക്കും ഇവിടെ സമാധാനത്തോടെ കഴിയാം. രാഘവേട്ടൻ വരൂ എന്നും പറഞ്ഞ് സത്യഭാമ രാഘവേട്ടനെയും കൊണ്ട് അതിനകത്തോട്ട് കയറി പോവുകയാണ്. അതിൻ്റെ സെക്രട്ടറി വന്നിട്ട് ചോദിക്കുന്ന, അധിക നേരമായോ നിങ്ങൾ വന്നിട്ട്? ഓ ഇല്ല, ഒരു 10-15 മിനിറ്റ് ആയതേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു. ഞാൻ രാഘവൻ നായരാണ്. ഫാമ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ. പറഞ്ഞിരുന്നു. പക്ഷേ പറഞ്ഞ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞങ്ങൾ അന്ന് വാങ്ങിയ പണമാണ്. ഇതിനി ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്കൊരു മകനും മകളും ഉണ്ടെന്ന് ഞാൻ പണം അടയ്ക്കാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണല്ലോ. ശരിയാണ് സത്യാമ്മേ, നിങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ അന്ന് ഈ പ്രോബ്ലം ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടിയ മീറ്റിങ്ങിലാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു വീട് അന്വേഷിച്ച് തന്നാൽ മതിയോ? എന്നാലും അതിനൊരു 2-3 ദിവസം പിടിക്കും. അയാൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് രാഘവേട്ടൻ സങ്കടത്തോടെ അങ്ങ് എഴുന്നേക്കുവാണ്. അത് കണ്ടിട്ട് പെട്ടെന്ന് രാഘവേട്ട എന്നും പറഞ്ഞ് സത്യഭാമയും എഴുന്നേക്കുവാണ്. അയ്യോ, സാറിന് സങ്കടമായെന്നാ തോന്നുന്നത്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിച്ചു. പക്ഷേ നടക്കില്ല. പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാ ശരി, നടക്കില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. സത്യാമ്മ ആകെ സങ്കടത്തിലായി. അങ്ങനെ സത്യാമ്മയുടെ ഓരോ കണക്കുകൂട്ടലുകളും അങ്ങ് പിഴയ്ക്കുവാണ്. സത്യാമ്മ എന്നിട്ട് അവിടെ നിന്നിട്ട് ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്. അതും നടന്ന ലക്ഷണമില്ല. സത്യാമ്മ വീണ്ടും ചമ്മി വിളറിക്കൊണ്ട് ഇങ്ങനെ രാഘവേട്ടനെ നോക്കുവാണ്. രാഘവേട്ടൻ്റെ മുഖത്ത് ഇപ്പോഴാണ് ഒരു പുച്ഛമൊക്കെ തോന്നുന്നു സത്യഭാമയോട്. ഇപ്പോഴെങ്ങനെയുണ്ട് ഭാമേ?
നിന്റെ കണക്കുകൂട്ടലുകളൊക്കെ പിഴച്ചു ഇല്ലേ? ഈ ഒരു പിടിവള്ളിയിലല്ലേ നീ ഇത്രയും ദിവസം പിടിച്ചു നിന്നത്? ജപ്തി അടുത്തു വരുന്നതൊക്കെ ഓർമ്മിപ്പിച്ചപ്പോഴൊക്കെ നീ നിന്റെ മനസ്സിൽ ചേക്കേറാനുള്ള ചില്ലയാണ് നിനക്കിവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തു വന്നാലും അതിൽ നിന്നൊക്കെ തരണം ചെയ്യുമെന്നുള്ള നിന്റെ ഒരു ആത്മവിശ്വാസം അതാ ഇവിടെ കാറ്റിലെ കരിയില പോലെ പറത്തിക്കൊണ്ട് പോയത്. രാഘവേട്ടൻ്റെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് സത്യഭാമ നിറകണ്ണുകളോടെ രാഘവേട്ടനെ നോക്കുവാണ്. ഫാമേ, ഇനിയെങ്കിലും നീ മറ്റുള്ളവർ പറയുന്ന ഒന്ന് കേക്ക്. ജീവിതത്തിലെ പെണ്ണുങ്ങൾക്ക് തൻ്റെ ഇടവും സ്വന്തം കാലേ നിൽക്കാനുള്ള കഴിവുമൊക്കെ വേണം. പക്ഷെ അത് ഇതുപോലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള വഴിയാകരുത്. സങ്കടത്തോടെ സത്യഭാമ പറയുക. രാഘവേട്ടൻ പറ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് അറിഞ്ഞുകൂടെ ഭാമേ, ഇതിനെല്ലാം വഴി തെളിച്ചത് നീയല്ലേ? എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടാണോ നീ ഇങ്ങനെ വന്ന് താമസിക്കാൻ പദ്ധതിയിട്ടത്? നമ്മുടെ മകനോടെ ഇതിനെക്കുറിച്ചൊരു വാക്കുപോലും നീ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഇതിനൊക്കെ മറുപടി പറയുന്നത്? ഇവിടെ ഇങ്ങനൊരു തടസ്സം വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല രാഘവേട്ട. ഇനിയെങ്കിലും ഭാമേ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ അങ്ങോട്ട് കേക്ക്. അത് നിനക്ക് സ്വീകാര്യമാണെങ്കിൽ മാത്രം നീ മനസ്സിൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ അതങ്ങ് വിട്ടുകളഞ്ഞേക്ക്. അതെ, ഒരു കൂട്ടുകുടുംബമായിട്ട് ഒന്നിച്ച് താമസിക്കുമ്പോൾ കൂട്ടായിട്ടൊരു തീരുമാനം എടുക്കുന്നതാണ് ഉചിതം. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് മാത്രമേ ഫലപ്രാപ്തി ഉണ്ടാവൂ. ഇല്ലെങ്കിൽ ഇതുപോലെ വഴിയിലൊക്കെ നിൽക്കേണ്ടി വരും. എനിക്കൊന്നേ പറയാനുള്ളൂ ഫാമേ, എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ ഉണ്ടാകണം. എനിക്കിങ്ങനെ അധിക നേരം ഒന്നും അലയാൻ പറ്റില്ല. ഞാനൊരു അസുഖക്കാരനാണ്. അതുകൊണ്ട് അതെങ്കിലും നീ മനസ്സിലാക്ക്. നീ ഏതായാലും എടുക്കുന്ന തീരുമാനം എത്രയും വേഗം വേണം. സത്യഭാമ അങ്ങനെ ഫോൺ എടുത്ത് ആരെ വിളിക്കണമെന്നിങ്ങനെ ആലോചിക്കുവാണ്. ഫാമേ, പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ വൃദ്ധസദനത്തിൽ താമസിപ്പിക്കില്ല. മക്കളോടൊപ്പം ഒട്ടുനിൽക്കാൻ പറ്റുന്നില്ലെന്ന് രേഖാമൂലം തെളിയിക്കണം. അതിന് മക്കള് ക്രൂരമായി മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരായിരിക്കണം. ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഈ അലച്ചില് നമ്മുടെ മോൻ അറിഞ്ഞിട്ട് പോലുമില്ല. അവനെ ഒന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഫാമേ നമുക്ക്. എനിക്കറിയാം നീ വിളിക്കില്ലെന്ന്. നിന്റെ ഉള്ളിൽ ശാലിനിയോടുള്ള ദേഷ്യം ഇപ്പോൾ മകനോടും തോന്നിത്തുടങ്ങി. അത് മാറിയാലേ ഫാമേ നീ നന്നാവൂ. ഫാമേ, എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്ക്. എന്നെ അധികം ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഇതെല്ലാം നീയായിട്ട് വരുത്തി വെച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് രാഘവേട്ടൻ അവിടെ തളർന്ന തിണ്ണയിലങ്ങ് ഇരിക്കുവാണ്. രോഹിത് സുസ്മിതയുടെ വീട്ടിൽ സോഫയിൽ ഇങ്ങനെ തളർന്നിരിക്കുവാണ്. നമ്മുടെ വിഷ്ണു ബൈക്കിൽ വരുന്നുണ്ട്. വിഷ്ണു ഇങ്ങോട്ട് വന്ന് സുസ്മിതയുടെ വീടിൻ്റെ കതക് ചവിട്ടി അങ്ങ് തുറക്കുവാണ്. വിഷ്ണുവിനെ കണ്ട് രോഹിത് പെട്ടെന്നങ്ങ് എഴുന്നേറ്റ് നിൽക്കുന്നു. വിഷ്ണുവിൻ്റെ കണ്ണിലെ ആ തിളക്കം കണ്ട് രോഹിത് ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. കാരണം വിഷ്ണുവിൻ്റെ വിഷ്ണു അവതാരമാണ് എല്ലാത്തിനെയും ഭസ്മമാക്കുമെന്ന് രോഹിത്തിനറിയാം. അപ്പോൾ ഫ്രണ്ട്സ്, വിഷ്ണു രോഹിത്തിനെ തവിടുപൊടിയാക്കുവോ, സുസ്മിത എന്ത് ചെയ്യുമെന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.